ആഘോഷിക്കുമ്പോൾ ആശ്വഭാരത സംസ്കാരത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും ജനഹൃദയങ്ങളിലേക്ക് ആവാഹിച്ച സ്വാമി വിവേകാനന്ദന് രക്ഷധാരികളായ 150 കുട്ടികൾ അണിനിരക്കുന്ന ജീവിതങ്ങൾക്കും സുഖം സംഗമ നഗരിയായ രാമകൃഷ്ണാനന്ദ സ്വാമി നഗരിയിൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുക ഈ മഹാശോഭായാത്രയെ വരവേൽക്കുവാനും എതിരേൽക്കുവാനുമായി ഈ സ്റ്റേഡിയം ജനത്തിലുള്ള എല്ലാ സജ്ജനങ്ങളെയും രാമകൃഷ്ണാനന്ദ സ്വാമി നഗരിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. വിശ്വവിജയിയായ യുഗപ്രഭാവനായ സ്വാമി വിവേകാനന്ദന്റെ 150ാമത് ജന്മവാർഷികങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാർദ്ധശതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 21ാമത് മീററ്റിൽ ഹിന്ദു മഹാസംഗമത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് 150 കുട്ടി വിവേകാനന്ദന്മാർ അണിനിരക്കുന്ന സ്വാഭിമാൻ പ്രയാൺ അകമ്പടി സേവിച്ചുകൊണ്ട് 21ാമത് മീററ്റിൽ ഹിന്ദു മഹാസംഗമത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചുകൊണ്ട് വിവേകാനന്ദ ജയന്തി മഹാശോഭായാത്ര ദേശീയ യുവജനദിനമായ ജനുവരി 12-ന് വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷിക ദിനമായ ജനുവരി 12-ന് 21ാമത് മീററ്റിൽ ഹിന്ദു മഹാസംഗമത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് വിവേകാനന്ദ ജയന്തി മഹാശോഭായാത്ര പാലാ നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ തോൾമയിൽ കൊള്ളിച്ചുകൊണ്ട് രോമാഞ്ചമണിയിച്ചുകൊണ്ട് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് രാമകൃഷ്ണാനന്ദ സ്വാമി നഗരിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് 2 വരികളായി നിന്നുകൊണ്ട് 21ാമത് മീററ്റിൽ ഹിന്ദു മഹാസംഗമത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവേകാനന്ദ ജയന്തി മഹാശോഭായാത്രയെ സ്വാഭിമാൻ പ്രയാണിനെ 150 വിവേകാനന്ദന്മാരെ വരവേൽക്കാം. ഉടനെ ഈ വേദിയിൽ ഹിന്ദു സംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാലാ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സംപൂജ്യ സ്വാമി വാമദേവാനന്ദജി മഹാരാജ് ധ്വജാരോഹണം നടത്തുന്നതാണ്. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം TN ഉപയോഗ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ക്ഷണിക്കുകയാണ്. ാരോഹണത്തിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടി വിവേകാനന്ദന്മാരും ഈ സദസ്സിന്റെ ഏറ്റവും മുൻവശങ്ങളിലുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടി വിവേകാനന്ദന്മാർ എല്ലാവരും ഈ സദസ്സിൽ ഏറ്റവും മുൻവശങ്ങളിൽ ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ധ്വജാരോഹണം നടത്തുകയാണ്. പാലാ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സംപൂജ്യ ശ്രീമദ് വാമദേവാനന്ദജി മഹാരാജ് 21ാമത് മീററ്റിൽ ഹിന്ദു മഹാസംഗമത്തിന് ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് ധ്വജാരോഹണം നടത്തുന്നു. മീററ്റിൽ താലൂക്കിനെ മുഴുവൻ
ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവേകാനന്ദ ജയന്തി മഹാശോഭായാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധ്യന മുനിസിപ്പൽ കൗൺസിലർ 21ാമത് സംഗമത്തിൽ പങ്കുചർജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിജയിപ്പിച്ച മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പേരിൽ വരുന്ന അധ്യയന വർഷത്തിൽ എല്ലാ സേവാ പ്രവർത്തനങ്ങളും ചെയ്യുവാനുള്ള വിവിധ പദ്ധതികൾക്ക് ഈ അടുത്ത കാലത്ത് ഭരണങ്ങാനത്ത് നമുക്ക് 40 സെന്റ് സ്ഥലവും. ഇന്ന് വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനമാണ്. ലോകമെങ്ങും ഈ ആചാര്യ ശ്രേഷ്ഠനെ സജ്ജനങ്ങൾ സ്മരിക്കുന്ന ദിവസമാണിത്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് മഹാത്മാക്കളായ സത്യദർശികൾ പലരും ഈശ്വര നിയോഗത്താൽ നമ്മുടെ മുന്നിലെത്തുകയും ഭാരതത്തെ ആലസ്യത്തിൽ നിന്ന് ഉയർത്തുകയുണ്ടായി. അങ്ങനെ പ്രവർത്തിച്ച മഹാത്മാക്കളിൽ ആദ്യം നാം ഏവരും സ്മരിക്കുന്നത് വിവേകാനന്ദ സ്വാമി ദേവടികളെയാണ്. സ്വാമികൾ ഇവിടെ എത്തിച്ചേർന്നത് അത് അനിവാര്യമായി തരുന്ന ഒരു ഘട്ടത്തിലാണ്. ഗീതയിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാമ്യഹം എന്ന് ഭഗവാൻ വാക്ക് നൽകുന്നുണ്ട്. സനാതന ധർമ്മത്തിൻ്റെ ജീർണമായ ഭാരതത്തിൽ ധർമ്മ ഭ്രംശം എന്നത് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവമായി മാറുന്ന ഘട്ടങ്ങളിൽ ജനത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് ഈശ്വരൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് ഭഗവത്ഗീതയിലൂടെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവേശ്വരൻ നമ്മെ അറിയിക്കുക. ഇത് ചരിത്രത്തിൽ ഇന്നും സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവെന്ന് കണ്ടാൽ, അധർമ്മം ശക്തി പ്രാപിക്കുന്നുവെന്ന് കണ്ടാൽ, മാർഗഭ്രംശമെന്നത് അനുവദിക്കാത്ത ഭഗവാൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിനായി സ്വയം രംഗത്ത് വരുന്നു. ചിലപ്പോൾ അവതാര പുരുഷന്റെ രൂപത്തിൽ, ചിലപ്പോൾ സത്യദർശികളായ ഋഷീശ്വരന്മാരുടെ രൂപത്തിൽ. ഈ സന്ദർഭത്തിൽ ഇത് ഭാരതത്തിൻ്റെ ഭിന്നങ്ങളായ സ്ഥലങ്ങൾ എത്രയോ വർഷങ്ങളായി അടിമത്തത്തിൽ ആണ്ടുപോവുകയും സനാതനധർമ്മത്തിൻ്റെ ശക്തിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നശിച്ചു പോവുകയും
ആത്മവിശ്വാസം തന്നെ കുറച്ചു പോവുകയും ചെയ്ത ഘട്ടത്തിൽ സജ്ജനങ്ങളെ നേർവഴിക്ക് നയിക്കുന്നതിനായി ഭാരതത്തിൻ്റെ വിഭിന്നങ്ങളായ സ്ഥലങ്ങളിൽ മഹാത്മാക്കൾ മുമ്പോട്ട് വരികയുണ്ടായി.